പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലാണ്. സമാധാനത്തിനായുള്ള കരാറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാനും അമേരിക്കയും വീണ്ടും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോകം ശ്വാസമടക്കി പിടിച്ചാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. കുറച്ചുനാൾ മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ യുദ്ധവിരാമ കരാറാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇരു വിഭാഗവും തയ്യാറായില്ല എന്ന ആരോപണമാണ് പരസ്പരം ഉന്നയിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളും മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യവുമാണ് തർക്കങ്ങൾക്ക് വീണ്ടും തീ കൊളുത്തിയത്. അമേരിക്ക തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറുന്നു എന്ന് ഇറാൻ ആരോപിക്കുമ്പോൾ മേഖലയിലെ സമാധാനം തകർക്കാൻ ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ മറുപടി. വാഗ്വാദങ്ങൾ അതിരുകടന്നതോടെ നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. ഈ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം ഇറാനിലോ അമേരിക്കയിലോ മാത്രം ഒതുങ്ങുന്നതല്ല. സിറിയ, യമൻ, ഇറാഖ്, ലെബനൻ തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഗൾഫ് മേഖലയിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഉലയ്ക്കുകയാണ്. സമാധാന കരാറുകൾ ലംഘിക്കപ്പെടുമ്പോൾ ഇല്ലാതാകുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതമാണ്. വീണ്ടും ഉയരുന്ന മിസൈലുകൾ പശ്ചിമേഷ്യയെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് നയിക്കും. പശ്ചിമേഷ്യയിലെ അശാന്തി ലോകരാജ്യങ്ങളിലെ ഇന്ധനവിലയെ നേരിട്ട് ബാധിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ഇത് സാരമായി ബാധിച്ചേക്കാം. പണപ്പെരുപ്പവും സാമ്പത്തിക മാന്ദ്യവും ലോകത്തെ വീണ്ടും പിടിമുറുക്കുമെന്ന മുന്നറിയിപ്പാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നുപോകുന്നത് ഇറാൻ തീരത്തുള്ള ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. യുദ്ധമുണ്ടായാൽ ഇറാൻ ഈ വഴി അടയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ആഗോളതലത്തിൽ എണ്ണ വിതരണം തടസ്സപ്പെടുത്തും. എണ്ണ ലഭ്യത കുറയുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇന്ധനവില കൂടിയാൽ ചരക്കുകൂലി വർദ്ധിക്കുകയും അത് നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷണം എന്നിവയുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരം ഇതോടെ സ്തംഭിക്കും. കപ്പലുകൾക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നത് യാത്രാ സമയവും ഇൻഷുറൻസ് തുകയും ഇരട്ടിയാക്കും. ഇത് ആഗോള വ്യാപാര മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകും. പശ്ചിമേഷ്യയിലെ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളാണ് ജോലി ചെയ്യുന്നത്. യുദ്ധം പശ്ചിമേഷ്യയിലാകെ പടർന്നാൽ ഇവരുടെ സുരക്ഷ അപകടത്തിലാവുകയും വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടത്തിനും ഒഴിഞ്ഞുപോക്കിനും കാരണമാവുകയും ചെയ്യും. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണയുടെ 80%-ലധികവും ഇറക്കുമതി ചെയ്യുന്നതാണ്. എണ്ണവില കൂടിയാൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിയുകയും രാജ്യത്ത് കടുത്ത വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവ് കുറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. അതിൽ വലിയൊരു പങ്ക് വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഇവിടുത്തെ തടസ്സങ്ങൾ ചൈനീസ് നിർമ്മാണ മേഖലയെ ബാധിക്കുകയും ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. സിറിയയിലും യമനിലും മുൻപുണ്ടായ യുദ്ധങ്ങൾ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെയാണ് യൂറോപ്പിലേക്ക് എത്തിച്ചത്. പുതിയൊരു യുദ്ധം കൂടി ഉണ്ടായാൽ അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താങ്ങാനാവാത്ത വിധം വലിയൊരു അഭയാർത്ഥി പ്രവാഹത്തിന് വഴി തുറക്കും. ഈ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, ഇത് ലോകത്തെ വീണ്ടും 2 ചേരികളായി തിരിക്കുമെന്ന ഉറപ്പാണ്. ഇറാന് പിന്തുണയുമായി റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ പരസ്യമായോ രഹസ്യമായോ രംഗത്ത് വരും. അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടൻ, നാറ്റോ സഖ്യകക്ഷികൾ, ഇസ്രയേൽ എന്നിവർ അണിനിരക്കും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം അവിടെയുള്ള ജനങ്ങളുടെ ജീവൻ മാത്രമല്ല കവരുന്നത്, മറിച്ച് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ പോക്കറ്റും അടുക്കളയുമാണ് അത് തകർക്കുന്നത്. ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ വിത്തുപാകാൻ ഈ യുദ്ധത്തിന് ശേഷിയുണ്ട്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ചരിത്രം നമ്മെ പലവട്ടം പഠിപ്പിച്ചതാണ്. എങ്കിലും അധികാര മോഹങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും വീണ്ടും മനുഷ്യജീവനെ പണയപ്പെടുത്തുന്നു. ഇറാനും അമേരിക്കയും ഈ യുദ്ധപാതയിൽ നിന്ന് പിന്മാറുമോ, അതോ പശ്ചിമേഷ്യ ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമാകുമോ? ലോകം കാത്തിരിക്കുകയാണ് ആശങ്കയോടെ.